പോർച്ചുഗീസുകാർ കത്തിച്ചുകളഞ്ഞ 1200 വർഷം പഴക്കം പറയുന്ന പുതിയകാവ് ജുമാ മസ്ജിദിന് മുന്നിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. പോർച്ചുഗീസുകാരുടെ ആക്രമണം നടന്ന് 530 വർഷങ്ങൾക്ക് ശേഷം ഈ കാണുന്ന രൂപത്തിൽ പള്ളി പുതുക്കി പണിയുകയാണ് ഉണ്ടായത്. ചരിത്രപ്രസിദ്ധമായ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിന്റെ നിർമ്മാണ ശേഷം ഏകദേശം 200 വർഷത്തിന് ശേഷമാണ് പുതിയകാവ് ജുമാ മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത്. മക്കയിൽ നിന്ന് ഇസ്ലാം മതം പ്രചരണത്തിന് കൊടുങ്ങല്ലൂരിൽ എത്തിയവരായിരിക്കാം ഈ പള്ളി പണി കഴിപ്പിച്ചതെന്ന നിഗമനമുണ്ട്. പുതിയകാവ് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായ മലബാർ ജില്ലയുടെ ഭാഗമായിരുന്നു. കനോലി കനാലിന്റെയും അറബിക്കടലിന്റെയും മധ്യേ സ്ഥിതി ചെയ്യുന്ന പുതിയകാവ് പള്ളിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് കുതിരപ്പുറത്തും കനോലി കനാൽ വന്നപ്പോൾ വള്ളത്തിലും പള്ളിയിലേക്ക് ആളുകൾ വന്നിരുന്നു. കോഴിക്കോട് നിന്നും അബ്ദുള്ള എന്ന യുവാവിന്റെ നേതൃത്വത്തിൽ എത്തിച്ച തേക്ക് തടി കൊണ്ടാണ് പള്ളിയുടെ മുകൾ നില പണി കഴിപ്പിച്ചതെന്ന് ചരിത്രരേഖകൾ പറയുന്നു. ചരിത്ര പ്രാധാന്യമുള്ള പുതിയകാവ് ജുമാ മസ്ജിദും പരിസര പ്രദേശങ്ങളും മലബാറിലെ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കൃത്യമായ ചരിത്ര രേഖകൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ ആദ്യത്തെ 10 പള്ളികളുടെ ലിസ്റ്റിൽ ഈ പള്ളി ഉൾപ്പെടാതെ പോയത്. പുരാതന കാലം മുതൽ നിലനിന്നിരുന്ന 2 പതിവുകൾ ഇപ്പോഴും ഇവിടെ തെറ്റിക്കാതെ തുടർന്നു പോരുന്നുണ്ട്. പുലർച്ചെ 5 മണിക്കുള്ള സുബഹി നിസ്കാരത്തിന് 1 മണിക്കൂർ മുമ്പ് തഹജൂദ് നിസ്കാരത്തിനു വേണ്ടി ബാങ്ക് വിളിക്കുന്ന പതിവും, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 11:30 ബാങ്ക് വിളിക്കുന്ന പതിവും ഇപ്പോഴും ഇവിടെ തുടർന്നു വരുന്നു. പോർച്ചുഗീസ്